എന്താ മഴ വെച്ചിട്ടാ, നല്ല മഴയായിരുന്നേ. ഇപ്പം മഴയിന്ന് തോർന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഷഷ്ടിയാണ് കേട്ടോ, തുപ്പനാട് ഷഷ്ടി. അപ്പോൾ ഷഷ്ടിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ അനിയായിട്ട് 5:30 എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ കുളിച്ച് നിന്നളെ നമുക്ക് അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ പോയിട്ടേ ഉള്ളൂ പോവാ വിചാരിച്ചു. അതും കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്ന് നല്ല പെരുമഴ. അപ്പം ഇന്ന് നമ്മുടെ അവിടെ തേപ്പ് പണി എടുക്കുന്നുണ്ട്, പിന്നെ ടൈലിൻ്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കൂട്ടരുണ്ട്. അപ്പോൾ അതും കൊണ്ട് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ നേരെ പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മഴ ഇതുകൊണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അളിപൊളി പറഞ്ഞിട്ട് ചിലയിടത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായി, അതുപോലെ നല്ല മഴയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ, നമുക്കറിയാലോ. ഇന്ന് എമ്മാതിരി കാറ്റാ വീശിയിരുന്നു വെച്ചിട്ടാ. കാറ്റ് വീശുമ്പോൾ പേടി തോന്നുന്നില്ലേ സുകന്യെ? കാറ്റ് വീശുമ്പോൾ നമുക്ക് അവിടുത്തെ ആ തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വീഴോ എന്നുള്ളൊരു പേടിയാണ്. നമ്മുടെ വീടില്ല, നമ്മുടെ തേക്കിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീടരുത് എന്നുള്ളത്. അപ്പുറത്തെ തൊടിയത്തെ എനിക്ക് പേടിയുള്ളൂ. അപ്പോൾ നല്ല മഴ ചെയ്തുകൊണ്ട് അമ്മ ഇവിടെ എന്നെ നിന്നിട്ട് മീനേരേക്ക് എന്നിട്ടാ നല്ല മഴയായിരുന്നു. ഇപ്പോഴൊന്ന് തോർന്നത്. അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും മഴ തോർന്നതിൻ്റെ കാലാവസ്ഥ. എൻ്റെ കോഴീനെ ഒരു നായ കൊണ്ടുപോയി, നായയാണോ പട്ടിയാണെന്ന് അറിയില്ല കേട്ടോ. നല്ല മുട്ടയിടുന്ന ഒരു പെട്ടേനെ കാണാനില്ല. 1 അല്ല 2 എണ്ണത്തിനെ കൊണ്ടുപോയി പറഞ്ഞില്ലേ. കോഴീനെ വളർത്താനുള്ള പൂതിയേ പോവുക. നമ്മൾ കൊന്നതിൻ്റെ ഒന്നും ചെയ്യില്ല. പക്ഷെ നിന്നെല്ലടാ പറയുന്നേ, നമ്മൾ കൊന്നതിൻ്റെ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ നായക്കൊക്കെ നല്ല സുഖം. ഇന്നലെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ടൊരു കുട്ടീനെ കൊണ്ടുപോയി. അതിൻ്റെ അമ്മേനെ കൊണ്ടുപോയത് എപ്പോഴാന്ന് കണ്ടതുമില്ല പറഞ്ഞില്ലേ. അതാ നമ്മൾ തേങ്ങ അരയ്ക്കാതെയാണ് മത്തിക്കറി വയ്ക്കുന്നത് കേട്ടോ. തേങ്ങ കഴിഞ്ഞേക്കണോ, അപ്പോൾ തേങ്ങ അരയ്ക്കാതെ മുളക് ചാറ് വയ്ക്കാന്ന്. കോഴിന്ന് പറയുമ്പോഴേക്കും ചാത്തപ്പൻ എവിടെന്നാ അവന് സൗണ്ട് അറിയണമെന്നറിയില്ല. അവൻ തളങ്ങും വിലങ്ങും കടന്നിട്ട് കൂണുണ്ട്. 12 മണിയുടെ ബസ് വന്നു കേട്ടോ. അതാ വേഗം. നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഷഷ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവിടെയും ഉണ്ടാവില്ലമ്മ? ഓരോ അമ്പലങ്ങളല്ലേ. ഇപ്പം ഞാൻ ഇത്ര കാലമായിട്ട് പഴനി കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടേക്കും പോയിട്ടില്ല. കറി വയ്ക്കാനുള്ളതന്നെ ഉള്ളൂ അത്. പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നെച്ച് വൃത്തിയാക്കിയിട്ട് വിട്ടേ. അനിയൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്നിട്ടേ ഉള്ളൂ. നിന്റെ കെട്ടിയവൻ്റെ ചോറ്റ് മാത്രം ഉത്തരവാദിത്വ ബോധമുണ്ടോ ഭാര്യ നിനക്ക്? ഇല്ലേ? എൻ്റെ കെട്ടിയവൻ്റെ ഹെൽമെറ്റ്, എൻ്റെ കെട്ടിയവന് പിന്നെ തീരെ ഉത്തരവാദിത്വം ഇല്ല. അത് പിന്നെ പറയേ വേണ്ട. നിധി പോലെ നോക്കണതാണ് നിധി. ദേട്ടൻ്റെ അല്ല, ഇത് ദേവൻ്റെയാണ്. കണ്ടോ, മത്തി കൂട്ടാനും വെക്കാം, മുതിര വറുത്തുപ്പേരിയും വെക്കാല്ലേ. ഈ ചെടിയത്തെ പൂവാണെങ്കിലോ കൊഴിഞ്ഞിട്ട് അതങ്ങനെ. മഴ പെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ട് കേട്ടോ. മഴ ഇല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ മഴ പെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. വെയിലാണ് വെച്ചാൽ വെയിലിനെ പ്രാകും, മഴയാണ് വെച്ചാൽ മഴേനെ കുറ്റം പറയും. ആ കായ പഴുത്ത നോക്കിയമ്മ. നമ്മളെ ഗ്യാസിലാട്ട വെക്കുന്നത്. തീ പിടിപ്പിക്കുക പറഞ്ഞാൽ പ്രതീക്ഷിക്കാണ്ട് മഴ പെയ്തിട്ടേ വിറകാലയിലുള്ള വിറകും കൂടി നനഞ്ഞപ്പം ചൂടാക്കട്ടെ. പുളി സുകന്യട്ടത് തുള്ളി പുളിയിട്ടുള്ളൂ. അവരും കൂടി ഉണ്ടല്ലോ, കുറച്ച് കറി വേണമല്ലോ. അവിടെ ഞാൻ തുടച്ചതാ. ഇല്ല, പേനോയിൽ ഒഴിച്ചില്ല, തുടച്ചു. കോഴികൾ കൊത്തൂടുന്നത്
എങ്ങനെ പോയാലും ഈ ഓട് വീട് കുറച്ച് കഴിയുമ്പോഴേക്കും ചോരാൻ തുടങ്ങിയുണ്ടല്ലോ. ചോരാൻ തുടങ്ങിയ ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ഇത് അങ്ങനെയല്ല കേട്ടോ. കമ്പി ഇട്ട സമയത്ത് നമ്മൾ ഓട് മേഞ്ഞത് അത്ര ശരിയായില്ല പറഞ്ഞിട്ട് അടുക്കള മാത്രമേ ഉള്ളൂ ചോരുന്നത്. ബാക്കിയുള്ളോട് അത്ര ചോരുന്നില്ല. അടുക്കള എന്ത് ചെയ്താ ഓടല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അമ്മയാണ് പറയുക പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോകണില്ല, ഫുള്ള് വെള്ളം അകത്താണ് എന്ന്. പാവം പഞ്ചായത്തിൽ നിന്ന് വീടിന് പാസ്സാവും ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായി നമുക്കും. എല്ലാവിടെയും ചോരുന്നുണ്ട് ഇത്രേ. അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പൊളിച്ച് പണിയും ചെയ്തില്ല. പൊളിച്ച് പണിയുക പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇനി അത് കിട്ടുമ്പോൾ അതിന് വെറുതെ പൈസ ചിലവാക്കിയിട്ട് എന്താ കാര്യം. അപ്പോൾ കിട്ടുക വെച്ചാൽ കിട്ടട്ടെ പറഞ്ഞിട്ട്. അല്ലെങ്കിലും കുറച്ച് ഞങ്ങളൊക്കെ 13 കൊല്ലം പഞ്ചായത്തിൽ നിന്ന് വീടിന് പാസ്സാവും ഇന്ന് പാസ്സാവും നാളെ പാസ്സാവും പറഞ്ഞിട്ട് ഇരുന്നു. ലാസ്റ്റ് ഞാനത് പറഞ്ഞിട്ടുണ്ടോ, ലാസ്റ്റ് നമുക്ക് പാസ്സായത് എന്താ നമ്മുടെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ട് ചുമര് ഇത്ര വരെ ഉയരായപ്പോഴാണ് കേട്ടോ നമുക്ക് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് അപ്പം പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് ഇപ്പോഴും കൂടിയും കിട്ടിയിട്ടില്ല. അല്ല അവരുടെ ഒപ്പം ഉള്ളവർക്ക് 6 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടും പറഞ്ഞിട്ട് കാത്തിരുന്ന അത്ര വേഗമൊന്നും കിട്ടൂല. എന്താ എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഖജനാവിൽ പണമില്ല. ഉലുവ പക്ഷെ കിട്ടിയാൽ മതിയായിരുന്നു പറയാം. നമ്മളൊക്കെ ഉള്ളവരാച്ചാൽ പിന്നെയും കുഴപ്പമില്ല. പാസ്സായി. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ നല്ല പോലെ വഴറ്റി കൊടുക്കട്ടെ. പിന്നെ ഇതാ ഉള്ളി. മീൻകറി ഉണ്ടാക്കാൻ സുഖമാണ് അല്ലേ. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം മീൻകറി. ചിക്കൻ കറി മീൻകറി ഉണ്ടാക്കാൻ സുഖം. ആ സമയത്ത് നമ്മുടെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ അതൊക്കെ ഇങ്ങനെ വറവുകളൊക്കെ പാകമായി കായവും ഉലുവയും ഒക്കെ ഇട്ട് വറുത്തരച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ സമയം പിടിക്കും. ബാക്കിയുള്ളത് തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സുഖമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ തക്കാളിയിലെ മിക്സിയിലൊന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊന്ന് എടുക്കട്ടെ. പിന്നെ നമ്മുടെ പപ്പൂനെ കോഴിക്കോട് നിന്ന് പറയും കോട്ടയത്തു നിന്ന് കൊണ്ടുവന്ന കാര്യം പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. 2-3 ചേച്ചിമാർ. നമ്മുടെ പപ്പൂനെ ഞങ്ങൾ അവിടെ ഒരു ചേച്ചീനെ പരിചയം ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ ചേച്ചി തന്നെ കോട്ടയത്തുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആരും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില ബന്ധങ്ങൾ നമുക്ക് അങ്ങനെയാണ്. അത് വന്ന് ചേരുമ്പോഴേണ് അത് നമ്മുടെ ആരൊക്കെ ആവുന്ന ഒരു തോന്നലുണ്ടാവില്ല. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ സഞ്ജു ചേച്ചീനെ. നമ്മൾ KSF-ന്ന് ലോൺ എടുക്കാൻ പോയ ആ ഒരു പരിചയത്തിൽ അങ്ങനെ കിട്ടിയതാണ്. സ്കൂളിലെ ടീച്ചറാണ്, 2 പെൺകുട്ടികളുമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ നേരിട്ട് കണ്ടു. ഒരു പ്രാവശ്യം അവരെല്ലാവരും പാടെ ഇവിടെ വന്നു, കണ്ട് സംസാരിച്ച്. പിന്നെ നമുക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളിയായി. അങ്ങോട്ട് ചേച്ചിയുടെ കയറി താമസത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അനിയേട്ടനാണ് അവരുടെ വീടിൻ്റെ കബോർഡിൻ്റെ പണികളൊക്കെ ചെയ്തിരുന്നു. അടുക്കളയുടെ കബോർഡ് പണികൾ, വാതിലുകൾ ഒക്കെ ചെയ്തിരുന്നത് ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ പോയിരുന്നു അവിടെ. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ ഞങ്ങളും കയറി താമസത്തിന് ഞങ്ങളും പോയി അവിടേക്ക്. കയറി താമസത്തിന് നമ്മൾ പോയ സമയത്ത് അവിടെ അവരുടെ പട്ടി പ്രസവിച്ച് കിടക്കണു കേട്ടോ. നമ്മളപ്പോൾ പോയപ്പോഴൊന്നും ഇത് നോക്കിയിരുന്നില്ല. അതിൽ ഒരു പട്ടിക്കുട്ടീനെ ഏട്ടാ മഴ കുറഞ്ഞു, നമുക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റിയപ്പോൾ കറിയായിട്ട് പോവാ. സന്തോഷം. മഴ വരായിരുന്നു. ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്കൊന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം. ഇപ്പൊ പോയാൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞെല്ലാം മര്യാദക്ക് വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനും രമേശ് ഏട്ടനും പാടെ പറയാതെ പോയത്. ഇല്ല, ഞാൻ വിളിച്ചു. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഞാൻ പോയത്. വിളിച്ചില്ല, എനിക്ക് ഓർമ്മയില്ലെന്ന്. തക്കാളി ഞാനപ്പോൾ ആരുമില്ലാണ്ട് അവനെ വിളിച്ചിട്ട് പോയത്. സൂ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ എന്നെ വിളിച്ചടി. അതപ്പോൾ സൂന് എങ്ങനെയാ അറിയുന്നത്? സൂവിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ വിളിച്ചില്ല ഏട്ടാ. രമേശ് ഏട്ടൻ പോകണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവല്ലേ ഇത്. ഞാൻ വിളിച്ചിട്ട് പോയത് രമേശ് ഏട്ടൻ. ഞാൻ അവരെ വിളിച്ചിട്ട് പോയത്. നിങ്ങൾക്കപ്പോൾ തിരക്കായിരുന്നു. ശരി
അങ്ങനെയൊക്കെ പറയുന്നു. ആ, പൈസ കിട്ടാനാണ്, പൈസ കയ്യിലെറിയണ്ട. കിട്ടാനാണ്. ഔ അപ്പം പൈസ എവിടുന്നോ കിട്ടാണ്ട് സുഖന്നെ. അത് തേച്ചരച്ച് വിളിക്കണ്ടേന്. ഇതാ ഉപ്പ്. എന്താ ഏട്ടാ, എന്താ ഇതാട്ടോ നല്ല. അവള് ഏട്ട കളിയാക്കിയതിന് കരയണു. ഇങ്ങോട്ട് വന്നിട്ട് പാവടി എന്താ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്ങനെയൊക്കെ തമാശ പറയല്ലേട്ടാ? പിന്നെ അല്ലേ? പിന്നെ നിനക്ക് നഷ്ടബോധം തോന്നും. ഓ കടക്കര പോട്. എന്താ ഏട്ടൻ ഇന്ന് അങ്ങനെയൊന്നും പോവില്ല. സുഖനിക്ക് അറിയാം. നഷ്ടബോധം തോന്നാനും കുറ്റബോധം തോന്നാനൊന്നും പോയാലല്ലേ. എന്താട്ടോ പുളി, കുടംപുളി ഇട്ടിട്ട് കറി വയ്ക്കണം വിചാരിച്ചു. ഞാൻ കുടംപുളി വാങ്ങാൻ വന്നില്ല. പറയണല്ലോ, നല്ല ഞാനറിയോ. ഇത് ശരിയാണ്. പൊന്നരിയേ തോന ചാറ് വയ്ക്കാനോ? ഫോൺ തന്നെ ഇതുണ്ടോ, കുറുകിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ, അത്യാവശ്യം കുറുകിൽ വേണ്ടേ. എന്താ നമ്മുടെ മത്തിക്കറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കായപ്പേരി ഉണ്ട്, മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. മഴ വരുമ്പോഴേക്കും നമ്മുടെ കറണ്ട് ഇടയ്ക്ക് വന്നു പോയി ഇരിക്കും കൊണ്ട് നമുക്ക് വീഡിയോ കുറേ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം.